പൂക്കോട് സർവകലാശാലയുടെ കൈവശമുള്ളത് ആദിവാസികൾക്ക് വിതരണം ചെയ്യാനായി നൽകിയ വനഭൂമിയാണെന്ന് ജൂൺ 17-ന് മന്ത്രി പി കെ ജയലക്ഷ്മി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ 2003-ലെയും 2014-ലെയും ഉത്തരവുകൾ പ്രകാരം കേരളത്തിൽ 7693 ഹെക്ടർ വനഭൂമി ആദിവാസികൾക്കായി അനുവദിച്ചിട്ടുണ്ട്. ഇതിൽപ്പെട്ട 40 ഹെക്ടർ ഭൂമിയാണ് സർവകലാശാലയുടെ കൈവശമുള്ളത്. ഈ ഭൂമിയുടെ വിവരങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ 2013 നവംബറിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. UDF സർക്കാർ അധികാരത്തിലേറിയ ശേഷം 28 അപേക്ഷകളിലായി 57 ഹെക്ടർ വനഭൂമി വനേതര ആവശ്യങ്ങൾക്കായി നൽകിയിട്ടുണ്ടെന്ന് ജൂൺ 7-ന് വനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു. 1 ഹെക്ടറിൽ താഴെയുള്ള വനഭൂമി മാത്രമേ ഇത്തരത്തിൽ വനേതര ആവശ്യങ്ങൾക്കായി നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുള്ളൂ. ഇതിനു മുകളിലുള്ള വനഭൂമി കൈമാറണമെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി തേടണം. 1 ഹെക്ടറിലധികമുള്ള വനഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്നിരിക്കെ സർവകലാശാലയിൽ ധൃതിയിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാണ്. ഇക്കാര്യം കാണിച്ച് വനംവകുപ്പ് സർവകലാശാലയ്ക്ക് നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെച്ച നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. സർക്കാർ അനുമതിയോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് സർവകലാശാല അധികാരികളുടെ വാദം. ഈ ഭൂമി 1979 മെയ് 25-ന് റവന്യൂ വകുപ്പിന് കൈമാറിയിരുന്നുവെന്നും സർവകലാശാല അവകാശപ്പെടുന്നു. എന്നാൽ 100 ഏക്കർ വനഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള അനുമതി നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നിരിക്കെ ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.